ഹായ്. ഇപ്പോൾ വള്ളത്തിൽ കയറി കുറച്ച് പാരമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാരമീനിൽ ഒരു പുതിയ ഐറ്റം അങ്ങ് ചെയ്ത് കളയാം. കണ്ടല്ലേ? വേണ്ട, നല്ല പച്ച പാരയാണ്. ഈ പാരയിൽ ഓട്ടുപാര എന്ന് പറയും. നമുക്കത് പൊള്ളിച്ചെടുക്കുന്ന ഒരു പുതിയ രീതിയാണ് ഓട്ടുപാര. അപ്പോൾ നമുക്ക് അതൊന്നും കണ്ടുകളാം അല്ലേ? നല്ല പിടയ്ക്കണ പാര വേണ്ട 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലയിൽ കിട്ടിയതാണ്. നല്ല പച്ച കരിമ്പച്ച മീനാണ്. അപ്പോൾ നമ്മൾ ഓട്ടുപാരയുടെ മസാലക്കൂട്ട് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ലപോലെ കാണേണ്ട ഒരു സാധനമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ച് വെച്ചത് കണ്ടല്ലോ, അത് ഇടിച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കിക്കൊള്ളണം, കടുക് വെളുത്തുള്ളി ഇതും കൂടി ഇതിനകത്തിട്ട് ഇടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കടുക് അരച്ചത് ആദ്യം ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറ്റൽ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് വിതറി നമ്മളുടെ ഐറ്റം കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു തോന്നുന്നു. വെളുത്തുള്ളി, കടുക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവനെ ഇടിച്ച് നല്ല മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കി എടുക്കണം. ഈ പരുവത്തിലാക്കിയിട്ട് ശകലം വെള്ളവും അങ്ങോട്ട് ചേർത്തിട്ട് ഈ മീനിലങ്ങ് പൊതിഞ്ഞ് ഒരു 10 മിനിറ്റെങ്കിലും വച്ചിരിക്കണം. കാരണം ഈ കൂട്ട് വേറൊരിടത്തും കണ്ടിട്ടില്ല, കാണത്തില്ല. മീനിലോട്ട് അങ്ങ് പുരട്ടാം അല്ലേ? മീനിലോട്ട് പുരട്ടാൻ പോവുകയാണ്. കണ്ടോ ഇവനെ നമ്മളുടെ ഓട്ടുപാര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ തീ കത്തിച്ച് നമുക്ക് ഇലയൊന്ന് വാട്ടിക്കളയാം കേട്ടോ. ആദ്യം ഇലയൊന്ന് വാട്ടാം. വാഴ ഇല ഒന്ന് വാട്ടിയെടുക്കുകയാണ്. നമ്മൾ ഇനി മീനിനെ പൊതിയാൻ പോവുകയാണ്. വാഴനാരെടുത്തിരിക്കുകയാണ്. നമ്മൾ വാഴനാരിലത് കെട്ടാൻ പോവുകയാണ്. ഒരെണ്ണം ഇതായി കഴിഞ്ഞു. നമ്മൾ ഓട്ടുചട്ടി എന്ന് പറയുന്ന സാധനം കണ്ടല്ലോ, ഈ ഓട്ടുചട്ടിയിൽ ഓട്ടുപാര ചുട്ടെടുക്കുകയാണ് കേട്ടല്ലോ. അത് വയ്ക്കാൻ പോവുകയാണ്. വേണ്ടോ, ചട്ടി ചൂടായി കഴിഞ്ഞാൽ ശകലം വെളിച്ചെണ്ണ നമ്മൾ ചട്ടിയുടെ ഭാഗങ്ങളിൽ തെളിച്ചു കൊടുക്കും. കാരണം ഇലയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയായിട്ട് മാത്രമായിട്ട്. എണ്ണ തെളിച്ചു. പാരമീനിനെ നമ്മൾ ചട്ടിയിലോട്ട് ഇടുകയാണ്.
ഇതിനകത്ത് മത്തി ചെയ്യാം, കൊയ്യാള മീൻ ചെയ്യാം. കുറച്ചുകൂടി കംഫർട്ട് മത്തി പോലത്തുള്ള സാധനങ്ങളാണ്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഇതിനെ അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം അല്ലേ? അപ്പോൾ അതൊന്ന് തുറന്നേക്കാം. ഇനി അടച്ചു വയ്ക്കാൻ പോവാണ്. അപ്പം നമുക്കൊന്ന് കുറേ സമയമായല്ലോ. ഇനി നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ ആഹാ, സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാറ്റാൻ പോകുവാണ്. പകരം ഒരെണ്ണം കൂടി നമ്മൾ ചട്ടീനടുത്ത് വെച്ചിട്ട് ഇതിനെ അടയ്ക്കുകയാണ്. നമ്മുടെ ഓട്ടുപാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം അല്ലേ? ഓട്ടുപാല റെഡി ആയിട്ടുണ്ട്. മക്കളെ നമുക്ക് കഴിച്ചു നോക്കാം.